നല്ല വെള്ളത്തിലാണെന്ന് തോന്നുന്നു. കഴിച്ചിട്ടുണ്ടോ? ചെറിയൊരു ആട്ടം ഉണ്ടല്ലോ. അല്ല, അത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങട്ട് സ്വാഗതം സുഹൃത്തുക്കളെ, സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ കേൾക്കാനാണോ താല്പര്യം? അല്ല, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ സൈഡിൽ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. പക്ഷേ എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒന്ന് കണ്ണോടിക്കാൻ ശ്രമിക്കൂ കൂട്ടുകാരെ. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടണ്ടേ? നമുക്ക് കിട്ടേണ്ട കാശ് ഇതൊക്കെ കിട്ടണ്ടേ? ഇതൊക്കെ വേറെ പല ടീമുകളും മുക്കിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ അറിഞ്ഞ് പ്രതികരിച്ചില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഇങ്ങനെ ആണും പെണ്ണുമായിട്ടൊക്കെ നമ്മളിങ്ങനെ ജീവിച്ച് മറിക്കുന്നത് സുഹൃത്തുക്കളെ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിന് മുമ്പ് അനുമോൾ, എൻ്റെ പൊന്ന അനുമോളെ, ഇപ്പോഴും തീരുന്നില്ലല്ലോ കൊച്ചേ നിന്റെ പുറകെ ചില ആൾക്കാർ. ഓൺലൈനിലുള്ള, അതായത് ഈ യൂട്യൂബേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. മോള് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിൽ ആളുകൾ ചൊറിയുന്നുണ്ടല്ലോ നല്ല രീതിയിൽ, നല്ല കനത്ത രീതിയിൽ. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ എന്തിനാടെ ഈ കൊച്ചിനോട്? അനുമോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കുക. മോൾ ഇനി കൂടുതൽ വാ തുറക്കരുത്, പണി പാളും. മനസ്സിലായില്ലേ? നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക. ആൾക്കാർ പല ചോദ്യങ്ങളും കൊണ്ട് വരും. മാക്സിമം വാ തുറക്കാതെ അങ്ങ് മാറിപ്പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതായിരിക്കത്തില്ല മോള് നാളെ പറയുന്നത്. അത് പണിയായിട്ട് മാറും നാളെ ഒരു കാലത്ത്. ഓക്കെ, അത് കുഞ്ഞിന്റെ തെറ്റൊന്നുമല്ല, സംഭവിക്കും, മനുഷ്യനല്ലേ. ഇപ്പോ നമ്മുടെ ദുബായിലാണെന്ന് തോന്നുന്നു അനുമോളുടെ മറ്റേ ഇനാഗുറേഷനിലൊക്കെ പോയിരിക്കുവാണല്ലോ, ഉദ്ഘാടനങ്ങൾ ചെയ്യാനായിട്ട്. ഇതൊക്കെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നടക്കട്ടെ, നല്ല കാര്യം. കൊച്ചു കാശുണ്ടാക്കട്ടെ, അതിന് കാശ് വേണ്ടേ, ജീവിക്കണ്ടേ. പക്ഷേ ഏതോ ഒരു ചടങ്ങിൽ വെച്ച് ഒരു ചേട്ടൻ അവളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് അല്ലെങ്കിൽ അതിനു ശേഷം വീണ്ടും കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അനുമോള് പല പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ പറയുന്ന ഒരു ക്ലിപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഇത് തന്നെ കണ്ടു. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോയിലെ 2 ദിവസമായിട്ട് ഞാൻ കണ്ട കുറച്ച് ചീത്ത കേസുകളുണ്ട്. അതൊന്ന് കൂട്ടി കയറ്റുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ. ഇതിന്റെ ഇടയിൽ കൂടെ അതും കൂടെ ഒന്ന് കുത്തി കയറ്റുന്നുണ്ട് ഞാൻ. നമ്മുടെ നാഗച്ചേച്ചിയില്ലേ, നാഗസൈകേന്ദ്രിയ, എന്താടേ എനിക്ക് പാവമായിട്ട് തോന്നിയിട്ടുണ്ടോ അവരെ. പക്ഷെ ഇപ്പം അതിലേക്കൊക്കെ നമുക്ക് വരാം. പിന്നെ പിണുമാമിനെ പറ്റിയും ഒരു വാക്ക് പറയാനുണ്ട്. ഒന്ന് പറ്റുമെങ്കിൽ അതൊക്കെ കേൾക്കണേ. അതിനു മുമ്പ് നമ്മുടെ അനുമോളെ പറ്റി നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. നല്ല വെള്ളത്തിലാണെന്ന് തോന്നുന്നു. കഴിച്ചിട്ടുണ്ടോ? ചെറിയൊരു ആട്ടം ഉണ്ടല്ലോ. അല്ല, അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഓരോ വിജയത്തിലേക്കുള്ള പാത എന്ന് പറഞ്ഞ തോൽവി തൊട്ടാണ് ജയം വരുന്നത്. ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആണ് ഏട്ടാ, കറക്റ്റ് ആണ്. ചേട്ടന്റെ കൈയടി കൊടുക്കും പ്ലീസ്. അനുമോളുടെ ഫാനാണ്, അല്ലാണ്ട് എന്തായാലും വന്നപ്പോ മനസ്സിലായി. എന്തായാലും ഒത്തിരി സന്തോഷം. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എന്താ പറയണ്ടേ, ഞാൻ ഇപ്പോ ഈ ദുബായിലല്ല, യുഎയിൽ ഞാൻ വരുന്നത് 3ാമത്തെ തവണയാണ്. അതായത് നമ്മുടെ ദുബായ്. ഇതൊരു ചെറിയ സാധനം, ഇതിനകത്ത് പ്രത്യേകിച്ച് കോൺട്രവേഴ്സിയും കുത്തിത്തിരിപ്പും ഒന്നും കൊണ്ടുവരാനായിട്ടില്ലടേ. പക്ഷേ ഒരു വ്യക്തി അനുമോളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി ആടിയിട്ട് നിൽക്കുന്നുണ്ടോന്നോ ആടാതെ നിൽക്കുന്നുണ്ടോന്നോ തമാശ രീതിയിലാണ് കേട്ടോ അനുമോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അനുമോൾ തമാശക്ക് ഇറക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ചില ആളുകൾക്ക് അനുമോളോടൊരു ചൊറിച്ചിൽ തോന്നും. ആ ചൊറിച്ചിലിന്റെ പേരിൽ അനുമോളോട് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. പിന്നീട് ഈ ചോദ്യം നിങ്ങളൊന്ന് കേട്ടെ. ഞാൻ ഒരിക്കലും പറഞ്ഞ ചേട്ടൻ ചോദിച്ചോളൂ, ചേട്ടൻ ചോദിക്കൂ. അനീഷിനെ തേച്ചതാണെന്നുള്ളത് ഓക്കെ, ഞാൻ പറയാം. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റാർ മാജിക് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. അപ്പൊ കണ്ടിട്ടുള്ളതല്ലേ? അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. പിന്നെ നമ്മുടെ അനീഷോട് തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. പക്ഷെ ഈ ചേട്ടൻ, എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് നന്നായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്ന്. അനീഷനാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അനീഷിന് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. ചേട്ടാ മുങ്ങിയോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുങ്ങി പോവുകയാണ്. കേൾക്കണ്ടേ?
അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതെന്റെ തെറ്റാണോ? 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 അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. ഓക്കെ, അനുമോളെ, ഇത് തേപ്പാണോ തേപ്പല്ലയോ ഇതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനിയെങ്കിലും ആൾക്കാർ ഇങ്ങനെയുള്ള ചൊറിഞ്ഞ ചോദ്യം കൊണ്ട് വരും. അനുമോള് ഒരു കാരണവശാലും ഇപ്പൊ ഈ പറഞ്ഞ കണക്കിനി പറയാതിരിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല. അനുമോള് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ അനീഷേട്ടനോട് സ്നേഹമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല. പുള്ളി എന്നോട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ഞാൻ തിരിച്ചു പറയുന്നതിന് മുമ്പ് പുള്ളി എണീറ്റ് അവിടെ നിന്ന് അങ്ങ് പോയി. മനസ്സിലായോ എന്നുള്ളൊരു സാധനമാണ് അനുമോള് പറയുന്നത്. പക്ഷെ എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്താ അവിടെ സംഭവിച്ചതെന്ന്. അനുമോള് പറയുന്നുണ്ട് അനുമോൾ അങ്ങനൊന്നും പുള്ളി കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് അനുമോളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ആ ഷോ കണ്ടവർക്ക്, ഈ സീസൺ കണ്ടവർക്ക് അറിയാം അനുമോള് കണ്ടന്റ് ഉണ്ടാക്കി. ഈ അനീഷുമായിട്ടുള്ള ഒരു സാധനം പോലും അതുവരെ ഒരു കണ്ടന്റ് ആയിരുന്നു അനുമോളുടെ. അനീഷും വേണമെങ്കിൽ ഒരു കണ്ടന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അനീഷ് സീരിയസ് ആയിരുന്നിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞ ആളുകൾ ഇത് ചോദിക്കുമ്പോൾ, ചേട്ടാ ഞാൻ അനീഷേട്ടനെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നോ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചേട്ടാ 2 വർഷം കഴിഞ്ഞേ സെറ്റിൽ ആവത്തുള്ളൂ. ഞാൻ ചേട്ടനോട് പറയാൻ പുള്ളിയോട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് പുള്ളി അങ്ങ് പോയി. ഞാൻ പുള്ളിയെ ഇഷ്ടമാണെന്നോ ഇഷ്ടമല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഈ പറയുന്നത്. സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ വേറൊരു സാധനം കൂടി അനുമോൾ ഇട്ട് കൊടുക്കുക. അതായത് ചിലപ്പോ നിങ്ങൾ തന്നെ പറയണേ, താഴെ കമന്റ് ബോക്സിൽ പറയണേ, ചിലപ്പോ അനീഷേട്ടനെ ഞാൻ കെട്ടിപ്പോവും എന്നുള്ളൊരു സാധനം ഇതിനകത്ത് കിടപ്പില്ലേ? ഇല്ലേ? നിങ്ങൾ പറ. വേണമെങ്കിൽ ഒന്നുകൂടെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന മൊമെന്റിൽ നിങ്ങൾ ബാക്കിലോട്ട് ഒന്നുകൂടെ പോയിട്ട് ആ വീഡിയോ കണ്ടു നോക്കിക്കോ. അതിനകത്ത് വ്യക്തമായിട്ട് അനുമോളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ആവശ്യം എന്താ അനുമോളെ? അതിന്റെ ആവശ്യമില്ല. നാളെ ചിലപ്പോൾ വേറൊരു വേദി ചിലപ്പോൾ അനുമോളത് മാറി പറയും, ഉറപ്പായിട്ടും പറയും. അതായത് ഞാൻ അങ്ങനൊന്നും പുള്ളിയെ കണ്ടിട്ടില്ല എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കേട്ടിട്ടുള്ള കാര്യം അനുമോള് പറഞ്ഞിട്ടുണ്ട്, അതിനകത്തൊരു തെറ്റുമില്ല. ഞാൻ ആ പുള്ളിയെ അങ്ങനൊന്നും കണ്ടിട്ടില്ല, ഞാൻ ചേട്ടനായിട്ടാണ് കണ്ടേക്കുന്നത്. മനസ്സിലായല്ലേ? അനീഷും പറയുന്നുണ്ട് പെങ്ങളുടെ കേസിലാണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞ കേസൊക്കെ ഉണ്ട്. അതൊക്കെ വീട്. ഇതൊരു ഗെയിം ഷോ ആയിരുന്നു, അത് അവിടെ കഴിഞ്ഞു. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരിക്കലും അനുമോൾ ഇങ്ങനെ പറയരുത്. മനസ്സിലായില്ലേ? അതായത് ഞാൻ പുള്ളിയോട് ഇഷ്ടമല്ലാന്നോ ഇഷ്ടമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളി എന്നോടൊരു സാധനം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയോട് എന്താ പറഞ്ഞത്, ചേട്ടാ 2 വർഷം കഴിഞ്ഞ്, ഞാൻ ഇപ്പോഴേ സെറ്റിൽ ആവുന്നില്ല, 2 വർഷം കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഉറപ്പായിട്ടും ഒരു പോയിന്റിൽ ആൾക്കാർ ചിന്തിക്കും, ഓക്കെ ചിലപ്പോൾ ഇനി എപ്പോഴെങ്കിലും, മനസ്സിലായില്ലേ, അനുമോൾക്ക് ഇഷ്ടമില്ല എന്നൊന്നും അനുമോള് പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഇനി ഇവർ തമ്മിൽ ഒന്നിച്ചാലോ എന്നുള്ളൊരു ഹിന്റ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഇനി അനുമോൾ അത് ചെയ്യാതിരിക്കുക. അത് കറങ്ങി തിരിഞ്ഞ് അനുമോളുടെ നേരെ തന്നെ വരും. മനസ്സിലായില്ലേ? ഈ ഒരു സാധനം എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഇത്രയേ ഉള്ളൂ അനുമോളുടെ കേസ്. പിന്നെ എന്തിനാണ് ഈ അനുമോളുടെ ഇടയ്ക്ക് ഈ അനീഷിന്റെ ഇപ്പോഴും എന്തിനാണ് ഈ അനീഷിന്റെ പേരും പറഞ്ഞ് അനുമോളുടെ പുറകെ പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകളുടെ സംശയമാണ്. ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഇനാഗുറേഷന് വരുമ്പോൾ, ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? അതൊരു ഗെയിം. ബിഗ് ബോസ് കണ്ട ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകൾക്കും അറിയാം അതൊരു ഗെയിം ആയിരുന്നു എന്ന്. ഇല്ലേ? നിങ്ങൾക്കറിയത്തില്ലേ? അതൊരു ഗെയിം ആയിരുന്നു. അതിനകത്ത് പല വൃത്തികേടുകൾ കാണും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും അതും പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു കേസ്. പ്രത്യേകിച്ച് അനുമോള് തന്നെ അഫ്കോഴ്സ് പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനകത്ത് തന്നെ നമ്മൾ അനീഷിന്റെയും അനുമോളുടെയും റിയാക്ഷൻ കഴിഞ്ഞാണ് അവർ പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട് പലയിടത്തും. ഇറ്റ്സ് എ ഗെയിം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ അനുമോളുടെ അടുത്ത് ചോദിക്കാൻ ചെല്ലുമ്പോൾ അനുമോൾ ഇപ്പൊ പറയുന്ന ഡയലോഗ് അത് ആ കൊച്ചിനും വിനിയായിട്ട് മാറും, ഉറപ്പായിട്ടും വിനിയായിട്ട് മാറും. ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾ നോക്കിക്കോ, ഒരു ഹിന്റ് പോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അത് കേട്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? താഴെ കമന്റ് ബോക്സിൽ പറ. ഇല്ലെങ്കിൽ അനുമോൾ ഒറ്റയടിക്കങ്ങ് പറഞ്ഞു വിടണമായിരുന്നു, എന്റെ പൊന്നി ഏട്ടാ ഇതുപോലുള്ള കുറച്ചേ ചോദ്യം കൊണ്ട് കണ്ട എൻ്റെ അടുക്ക് വരില്ലേ, അങ്ങനെ അങ്ങ് പറഞ്ഞു വിടണം. ഞാൻ പുള്ളിയെ ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതൊരു ഗെയിം ഷോ ആയിരുന്നു. അവിടെ തീർന്നു. അനുമോൾ ഇനി എവിടെയെങ്കിലും ഒരു വേദി പോകുമ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു വിടുക. ക്ലിയർ കട്ടായിട്ട് ഈ ഒരു സാധനം അങ്ങ് പറഞ്ഞു വിടുക. ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനൊന്നുമില്ല, ഞാൻ പുള്ളി അങ്ങനെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ആ ഒരൊറ്റ ഡയലോഗ് തീർക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു സാധനം കഥ പറച്ചിലും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ആ കൊച്ചിന്, ഞാൻ അനുമോളെ ഓർത്തിട്ട് പറയാണ്, അനുമോക്ക് തന്നെ അതൊരു വിനയായിട്ട് മാറും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കാണാണ്ട് ഇതിന്റെ കുറെ ക്ലിപ്പുകൾ ഞാൻ കേട്ട, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തില്. ഈ സാമിമാർക്കൊക്കെ പേരിദോഷം ഉണ്ടാക്കുന്ന ചില സാമിമാരില്ലേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ചില ചെലവന്മാരുടെ കാട്ടായം കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ സാധനം നിങ്ങളൊന്ന് കണ്ടോണേ. കുറേ വീഡിയോ ക്ലിപ്പ് കണ്ടു, ഞാൻ എല്ലാം കൂടെ ഒന്നും കുത്തി കയറ്റുന്നില്ല.
എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ട, നിങ്ങളും ഇതിനെപ്പറ്റി അറിയണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇതുപോലുള്ള കുറെ കിഴങ്ങം പരിപാടികളോടെ നടക്കുന്നുണ്ട്, അത് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇതൊന്ന് കണ്ടു. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മൾ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ എനിക്ക് നാഗച്ചേച്ചിയെ ഞാൻ ഇതിനായിട്ട് എങ്ങും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇതുവരായിട്ടും ചെയ്തിട്ടില്ല. ജീവിക്കട്ടെ ആ സ്ത്രീ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ ജീവിക്കട്ടെ, അവർക്കും ജീവിക്കണ്ടേ. പക്ഷെ ഈ കൂടെ പോയിരിക്കുന്ന എന്താണ് ഇതൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ വന്നിരിക്കുന്നവന്മാര്? നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു എല്ലാത്തിനും, ഇല്ലേ? ഇങ്ങനെയാണോ സ്വാമിമാർ? എനിക്കറിയത്തില്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇങ്ങനെയുള്ള സ്വാമിമാരുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു കാട്ടായം. ഇതിനൊക്കെ നിന്ന് കൊടുക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. ഇതൊക്കെ കാണാനായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ പോയിരിക്കുമോ? ഒരു പിടുത്തമില്ല. മറ്റേ തൊട്ടപ്പുറം ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അപ്പുറം ഒരു കറുത്ത ഡ്രസ്സ് ഇട്ട് ഇരിക്കുന്നുണ്ടല്ലേ, അവൻ്റെ എന്തോ വേറെ ഏതൊരു പെങ്കൊച്ചിരുന്ന് ഇങ്ങനെ പൂജ ചെയ്യുന്ന എന്തൊക്കെയോ പരിപാടി കണ്ടു. ഞാനൊരു വിശ്വാസിയാണ്, ഇല്ലാന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇതുപോലുള്ള സാധനത്തിനൊന്നും കൈയടിച്ച് കൊടുക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി കളയുന്ന ചില കോപ്രായങ്ങൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൈൻഡ് ഓഫ് കോപ്രായം, അത്രേ ഉള്ളൂ. എനിക്കിതിനെ അങ്ങനെ കാണാനാണ് കേട്ടോ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ പറയണേ ഈ ഒരു സാധനമൊക്കെ കണ്ടപ്പോഴത്തേക്ക്. ഇനി വേറൊരു കാര്യം പ്രിയപ്പെട്ടവരെ, ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണണം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അത് വേറൊന്നും കൊണ്ടല്ല. അതിനകത്ത് ഞാൻ ഒരു ന്യൂസ് ചാനലിൽ ഒരു ചാനലിന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു പോസ്റ്റ് വെച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. വ്യക്തമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില മണ്ടന്മാർക്ക് മനസ്സിലാവാതെ അതിൻ്റെ ഇടി വന്ന് ഇപ്പോഴും നീ വല്ലതും കണ്ടിട്ടാണോടാ, നീ മറ്റേത് പറയാതാ, നീ മറിച്ചത് പറയാതാ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാമല്ലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാം, അതിനകത്തൊരു തെറ്റുമില്ല. പക്ഷേ വീട്ടിലിരിക്കുന്നവരെ എന്നെ തെറി പറഞ്ഞുകൊണ്ടുള്ള സാധനം, ഞാൻ അങ്ങനെയുള്ളവന്മാരെയാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ള കുറെ എണ്ണങ്ങൾ വന്ന് കുരയ്ക്കുന്നുണ്ട്. ചുമ്മാ എടാ വരുന്ന അറിയണം മറ്റേ മോനെ തന്തയ്ക്ക് ഞാൻ വിളിക്കും, ഒരു മയവും കാണത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു മയവും കാണത്തില്ല. തെറിയും പറഞ്ഞുകൊണ്ട് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അട്ട തെറി ഞാൻ ഇവിടുന്നും പറയും. ഒരു മടിയില്ല എനിക്ക്, ഒരു മയം ഉണ്ടാകത്തില്ല. അതിന് മാന്യമായിട്ട് ഞാൻ നിങ്ങളോട് മാന്യമായിട്ടല്ലേ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, എനിക്ക് കിട്ടുന്ന അറിവുകൾ. അത് തെറ്റുണ്ടാവാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്ത് എനിക്ക് തിരിച്ചു പറഞ്ഞു തന്നാൽ മനസ്സിലാവൂടോ. പിടികിട്ടിയില്ലേ? അല്ല ചുമ്മാ തെറി പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൊണ ഇവിടുന്ന് കേൾക്കുക, അത് ഒരു മയവും കാണത്തില്ല. വീണ്ടും പറയുന്നു. അപ്പൊ എന്താണെങ്കിലും പിന്നെ ഈ രാഷ്ട്രീയപരമായി സംസാരിക്കുമ്പോഴത്തേക്ക് കാണുമല്ലോ ചില മോന്മാര്, അതായത് തെറ്റുണ്ടെന്ന് നമ്മൾ വിത്ത് പ്രൂഫ് എടുത്തതാ ഇങ്ങനെ കാണിച്ചു കൊടുത്തുതാ. ഇപ്പൊ എന്തുവാ പറയണ്ടേ, എന്തോ ഈ മരുന്നിന്റെ കവർ, എടാ മക്കളെ ഇത് എഫ് ആടാ, എഫ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് എഫ് ആടാ എന്ന് പറഞ്ഞു കൊടുത്താലും സ്കൂൾ തൊട്ടേ പഠിച്ചതായിരിക്കും അത് എഫ് ആണെന്ന്, എന്നാലും സമ്മതിക്കത്തില്ല. അത് എഫ് അല്ലടാ, അത് ബി ആടാ എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. പിടികിട്ടില്ല. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയം വരുമ്പോഴാണ് അത് വരാറുള്ളത്. അങ്ങനെയുള്ള കുറെ ഐറ്റം എനിക്ക് അവരോടൊന്നും പറയാനില്ല. പിടികിട്ടിയില്ലേ? പിന്നെ കുറച്ച് മുമ്പ് പിണറായി പിണുമാമന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇത് നിങ്ങളൊന്ന് കാണണേ. എനിക്ക് വേറെ ഒന്നുമില്ല ചോദിക്കാൻ. പിണുമാമൻ ഇപ്പൊ മാധ്യമങ്ങളെ കാണാം അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസൊക്കെ വന്നപ്പോൾ പിണുമാമന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാം. പിണുമാമൻ കോടികൾ മുക്കിയതിനെ പറ്റി എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അത് ചോദിക്കാൻ മാധ്യമങ്ങൾ ചെന്നാൽ പിണുമാമന് കാണാൻ പറ്റുകയല്ല, ആട്ടും തുപ്പും. അതൊരു വല്ലാത്ത പരിപാടിയാണല്ലോ. പിന്നെ വേറൊരു കേസും കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക. പിണുമാവൻ എന്തെങ്കിലും ഒരു കുഞ്ഞു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോ റീച്ച് ആവത്തില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പറ്റുമെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തന്നു. മറ്റേ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്നൊരു സാധനമില്ല കമന്റ് ബോക്സിൻ്റെ അവിടെ ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതെങ്കിലും ആൾക്കാർ അറിയണമല്ലേ. പിണുമാമൻ്റെ ഈ ഒരു സാധനം, മറ്റേ ഇഡിയുടെ കേസൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ. മിനിഞ്ഞാന്ന് നമ്മുടെ പിണുമാമനൊരു സെക്കൻഡ് ഞാൻ അങ്ങോട്ടൊന്ന് ചരിഞ്ഞു പോയി. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആ പേര് മറന്നുപോയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഷോക്കേസ് നോട്ടീസ് നമ്മുടെ പിണുമാമന് അയച്ചിട്ടുണ്ടായിരുന്നു ഇഡിയുടെ ഭാഗത്തു നിന്ന്. ആ സാധനമൊക്കെ അയച്ച സമയത്ത് തന്നെയാണ് മാങ്കൂട്ടത്തിന്റെ കേസ് അങ്ങോട്ട് ആളി കത്തിയത്. അതുകൊണ്ട് തന്നെ പിണുമാമൻ അയച്ച ഷോക്കേസ് നോട്ടീസിനെ പറ്റി ഒന്നും ഇവിടെ ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ലേ, ഒരു മാധ്യമവും ഞാൻ കാണുന്നില്ല. മാങ്കൂട്ടത്തിന്റെ പുറകെ പൊക്കോ, പുള്ളിയുടെ അവിഹിതം പിടിക്ക്, പുള്ളി വെച്ച് കീറ് നീയൊക്കെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കിടെ ജനങ്ങളുടെ സാധാരണക്കാരന്റെ കോടികളാടെ അതിന്റെ കണക്കാടെ ചോദിക്കുന്നത് പിണുമാമന്റെ അടുക്കലൊക്കെ.
അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വാർത്ത ചെയ്യണേ എല്ലാവരും. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളെങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. എന്തായാലും പിണുമാമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. രാഹുലിൻ്റെ കാര്യം നമ്മുടെ നാട്, സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്. പിണുമാമ മാങ്കൂട്ടത്തില് ലൈംഗിക വികൃതികൾ ഉള്ള ഒരു ടീമാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല, ഓക്കെ. പക്ഷെ പിണുമാമ പുള്ളിയുടെ ലൈംഗിക പ്രകൃതി കൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല മാമ. എന്ന് വെച്ചിട്ട് അവൻ ചെയ്ത ചെറ്റത്തരം, ഒരു സ്ത്രീയോട് മോശം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കണം, അത് തന്നെ ഞാൻ പറയും. മനസ്സിലായില്ല? അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ പിണുമാമ, ഞങ്ങൾ സാധാരണക്കാർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു 400 കോടിയോ എങ്ങാണ്ടുണ്ടല്ലോ പിണുമാമ, ഇടി അതിന്റെ കണക്കൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താ ആരും ഒന്നും പറയാത്തെ? അതിനെപ്പറ്റി എന്താ ആരും ഒന്നും മിണ്ടാത്തെ? അതിനെപ്പറ്റി എന്താ ആരും ഒന്നും ചോദിക്കാതെ? ഒരു മാധ്യമ പ്രവർത്തകൻ പോലും താങ്കളോട് എന്തുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കുന്നില്ല? അഥവാ ചോദിച്ചാൽ താങ്കൾ മറുപടി കൊടുക്കുമോ അതോ കൊഞ്ഞണം കുത്തി കാണിക്കുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചാൽ അതും കൂടെ ഒക്കെ ഒന്ന് പറയണേ പ്രിയപ്പെട്ട സഖാവേ. അത്രയും മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. കുറ്റം പറഞ്ഞോ? മാങ്കൂട്ടത്തലിനെ എടുത്ത് വെച്ച് കീറിക്കോ? കുറച്ച് ദിവസമായിട്ടതാണല്ലോ നടക്കുന്നത്. നടക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തെന്തെങ്കിലും വന്നൊരു പീഡനമോ കൊലപാതകമോ എന്തെങ്കിലും വരും, അതിന്റെ പുറകെ ഓടട്ടെ, ഞാനും ഓടാം. അപ്പോഴും ചിന്തിക്കുക, ബോധമുള്ളവന് മനസ്സിലാവുക, അല്ലാത്തവൻ ഇപ്പോഴും വരും. നീ വാർത്ത മൊത്തത്തിൽ കാണടാ. എടാ, വാർത്ത കാണിക്കുന്ന മണ്ടത്തരമൊക്കെ നീ കണ്ടോണ്ടിരിക്കത്തുള്ളൂ. വാർത്തയിൽ വരുന്നത് അതിന്റെ അപ്പുറം ഉണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ ഒന്ന് തിരക്കിപ്പോ. അതൊക്കെ കാണണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ പറ്റിക്കുന്ന ചില മാധ്യമങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിടികിട്ടിയില്ലേ? ഇന്റർനാഷണൽ ന്യൂസസ് ഒക്കെ ഇടയ്ക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ഈ തോന്നിയവാസങ്ങൾ, വൃത്തിക്കുള്ള നമ്മുടെ പുറത്തുനിന്ന് വരുന്ന കാശ് മേടിച്ചു വെച്ച് നമ്മളെ പറ്റിക്കുന്ന ചില ടീമുകളുടെയൊക്കെ അവിടുത്തെ വാർത്തകളിലൊക്കെ പറയും. ഒന്ന് കണ്ടാൽ കൊള്ളാമായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ആരെയും ചെലുവേറി എറിയാനായിട്ടൊന്നും അല്ലേ. കാണുന്ന തെണ്ടിത്തരങ്ങൾ പറഞ്ഞു തരണ്ടേ നിങ്ങൾക്ക്? അതെങ്കിലും ചെയ്യണ്ടേ ഏതെങ്കിലും ഒരുത്തൻ? അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ടവരെ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് അപ്പം അങ്ങനെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.